അറബികളുടെ പ്രിയപ്പെട്ട ഊതുമരങ്ങൾ ആസാമിന് സമാനമായി കേരളത്തിലും കൃഷി ചെയ്യുകയാണ്. ഒരിക്കൽ പരാജയപ്പെട്ട ഊത് പ്ലാന്റേഷൻ കൃത്രിമ ഫംഗൽ ഇഞ്ചക്ഷനിലൂടെ സാധ്യമാക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഇതാദ്യമായി കേരളത്തിൽ ഊത് വിളവെടുപ്പ് നടന്ന കോഴിക്കോട് മുക്കം സ്വദേശി അബ്ദുറഹീമിന്റെ വീട്ടിൽ നിന്ന് VS രഞ്ജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. അറബികൾ പൊന്നുങ്കല കൊടുത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ഉൽപ്പന്നമാണ് ഊതിന്റെ അത്തരമൊക്കെ. പ്രധാനമായിട്ടും ആസാമിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഇത് ഇപ്പോൾ കൃഷി ചെയ്യാനും അതിന്റെ പ്രൊഡക്ഷനും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് മുക്കത്തു നിന്നുള്ള ഇതിന്റെ ഒരു ഉൽപാദനത്തിന്റെ കാഴ്ചയാണ്. ഊതും ഊതിൻ്റെ അത്തറും അറബികൾക്കും മലബാറി മലയാളികൾക്കും ഏറെ പ്രിയങ്കരമാണ്. ഇന്ത്യൻ ഊതിനാണെങ്കിൽ അറബ് നാടുകളിൽ പൊന്നും വിലയും. ഊത് കയറ്റുമതിയുടെ കേന്ദ്രം കേരളമാണെങ്കിലും കൃഷി ആസാമിലാണ്. കേരളത്തിൽ കൃഷി ചെയ്യാനുള്ള പരീക്ഷണം ഒരിക്കൽ പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തി കൃഷി വീണ്ടും വ്യാപകമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ആസാമിൽ കണ്ടുവരുന്ന വണ്ടുകൾ മരത്തിൽ കുത്തിവെക്കുന്ന ഫംഗസാണ് ഊതിൻ്റെ സുഗന്ധ രഹസ്യം. ഈ ഫംഗസ് കൃത്രിമമായി കുത്തിവെച്ച് മികച്ച വിജയം കൈവരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കർഷകർ. നാച്ചുറലി നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ള പോലെ നാച്ചുറൽ ഇനാക്കിലെ ഫംഗസിന്റെ ഇതിവിടെ സാധ്യമല്ല. കേരളത്തിൽ കൂടുതലും അങ്ങനെ കണ്ടുവരുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഫംഗസിനെ കൾച്ചർ ചെയ്തിട്ട് ഇതിനെ ഒരു എമൗണ്ട് എന്ത് ചെയ്യാണ് അവിടെ നാച്ചുറലി വരുന്നത് പോലെ തന്നെ ഇത് നമ്മൾ ഡ്രിൽ ഹോൾസ് ചെയ്തിട്ട് ആ ഡ്രിൽ ഹോൾസിലേക്ക് ഫംഗസിനെ ഇൻജെക്ട് ചെയ്യുക. ഇത് മരത്തിന് ടൈം കൊടുക്കും. അപ്പോൾ മരം ഈ ഫംഗസിനെതിരെ റസീൻ ഫോം ചെയ്യും, ആന്റിബോഡി ഫോം ചെയ്യും. അങ്ങനെയാണ് കേരളത്തിൽ സാധ്യമാവുന്നത്. ഊതിന്റെ പ്രൊഡക്ഷൻ അങ്ങനെയാണ് കേരളത്തിൽ സാധ്യമാവുന്നത്. 22 വർഷം മുമ്പ് ഊത് നട്ടു വളർത്തിയെങ്കിലും സുഗന്ധ രഹസ്യം കണ്ടെത്തിയതോടെ കോഴിക്കോട് മുക്കം സ്വദേശി അബ്ദുറഹീമിന്റെ വീട്ടുപറമ്പിൽ പൊന്നു കായ്ക്കുകയാണ്. അല്ല, പ്രതീക്ഷയില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഊതാന്ന് അറിയാമെന്നല്ലാതെ ഇതിന്റെ ക്വാളിറ്റി, അതിന്റെ വിപണന സാധ്യതയൊന്നും അറിയില്ലായിരുന്നു. പിന്നീടാണിത് അറിഞ്ഞറിഞ്ഞു വന്നത്. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം നിസാബ് പോലുള്ള ആളുകളാണ് ഇത് ശരിക്കും ഇത് പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയത്. ആസാമിനേക്കാൾ ഗുണവും മണവുമുള്ള കാതൽ നാട്ടിലെ ഊതുമരങ്ങളിൽ വിളവെടുക്കാനായതിന്റെ സന്തോഷം വ്യാപാരികൾക്കും. ഇത് ശരിക്കും ഒരു മിറാക്കിളാണ്. ഭയങ്കര അത്ഭുതമാണ് അത്. കാരണം കേരളത്തിൽ നമുക്ക് ഇതേപോലെ ഒരു സാധനം ഫോം ചെയ്യിപ്പിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടാം ഹരിത വിപ്ലവത്തിന് നമ്മൾ നടക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് വേണ്ടി ഭാവിയിൽ ഇത് പലരും ഇതിനെപ്പറ്റി പഠിക്കുകയും കൃഷി ചെയ്യുകയും ഇതിന്റെ ഒരു സാധ്യതയെ പറ്റി നന്നായിട്ട് വിശകലനം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇതാദ്യമായാണ് ഊതുമരത്തിൽ കൃത്രിമമായി ഫംഗസ് കുത്തിവെച്ച് കേരളത്തിൽ വിളവെടുപ്പ് നടത്തുന്നത്. തിരൂർ സ്വദേശി നിസാബാണ് ഊദുൽ ഹിന്ദ് എന്ന പ്രസ്ഥാനം ഇതിനായി തുടക്കം കുറിച്ചത്. റിപ്പോർട്ടർ, കോഴിക്കോട്.